വർഷത്തിൽ വെറും 12 ദിവസം മാത്രം നടന്നു തുറക്കുന്ന ഒരു അമ്പലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ ആലുവയിൽ വരുന്ന തിരുവൈരാനിക്കുളം അമ്പലത്തിനെ പറ്റി കേട്ടോ പറയുന്നത്. 2025 നട തുറക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി 23 വരെയാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ജനുവരി 20-നാണ് പോയത്. നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈനായിട്ട് ഡിജിറ്റൽ ബുക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഓഫ്ലൈൻ ബുക്കിംഗ് ഉണ്ട്, ഓൺലൈനും ഉണ്ട്. ഓൺലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ലോട്ട് കിട്ടും. ഞങ്ങൾ 8 മണിയുടെ സ്ലോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആരാണോ ബുക്ക് ചെയ്തത് അവരുടെ നമ്പർ അവിടെ കാണിച്ചാൽ മതി. നമുക്ക് ടോക്കൺ നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പറയുന്നത് വെച്ചാൽ ടോക്കൺ എടുത്താൽ മീൻസ് ഓൺലൈൻ ബുക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനിലായിട്ട് ടോക്കൺ എടുക്കാനും ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓൺലൈനായിട്ട് പോകാൻ നോക്കുക എല്ലാവരും. നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മാത്രമല്ലേ ഓപ്പൺ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല രീതിക്ക് തിരക്കുണ്ട്. ഓക്കെ, ഇതന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് തിരക്കുണ്ട്. നമ്മളവിടെ 8 മണിക്കാണ് എടുത്തെങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് എത്തി. പക്ഷേ 8 മണിക്ക് മാത്രമേ 8 മണിയുടെ സ്ലോട്ട് എടുത്തെന്ന് വെച്ചാൽ 8 മണിക്ക് മാത്രമേ കേട്ടോ അതിൻ്റെ ടോക്കൺ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടോക്കൺ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും അധികം തിരക്ക് തിരക്കാണ് കേട്ടോ അവിടെ. എന്നിട്ട് നമ്മൾ ഏകദേശം നമ്മൾ 8 മണിക്ക് നിന്നിട്ട് ഏകദേശം നമ്മളൊരു 10:30 ആയി കേട്ടോ നമുക്ക് ദേവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ശിവനും ഉണ്ട്, പാർവതിയുണ്ട്. ശിവൻ്റെയും പാർവതീൻ്റെ അമ്പലമാണ്. ശിവൻ്റെ ടെമ്പിൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പക്ഷെ പാർവതിയുടെ ആണ് ഓൺലി 12 ദിവസം മാത്രം വർഷത്തിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് ഇതാണ് കേട്ടോ മഞ്ഞൾ നിറയ്ക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതവിടുത്തെ ഒരു വളരെ എന്താ പറയുക പ്രസിദ്ധമായിട്ടുള്ളൊരു ചടങ്ങാണ്. ുണ്ടെങ്കിൽ 24 വരെയാണ് കേട്ടോ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം പിന്നെ ഭഗവതിയെ കാണാൻ പറ്റുള്ളൂ. അടുത്ത ജനുവരി ആവണം. അപ്പം പോകാൻ പറ്റുന്നവർ എന്തായാലും ജനുവരി 24-ൻ്റെ ഉള്ളിൽ തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കിട്ടില്ല, അടുത്ത ഒരു വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ മെയിനായിട്ട് വരുന്നത് മംഗല്യഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും കൂടാണ് കേട്ടോ. ഈ പട്ടും താലിയൊക്കെ കൊടുക്കുന്നത് മാരേജൊക്കെ കഴിയാണ്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഇല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് മാരേജ് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അതിന് അങ്ങനെ ഒരുപാടുണ്ട്. മെയിനായിട്ട് ഇത് രണ്ടുമാണ്, സന്താന ഭാഗ്യവും പിന്നെ മാരേജ് നടക്കാത്തവർക്കും. അപ്പോൾ എല്ലാവരും